കോട്ടയത്ത് മദ്യം നൽകി അവശനാക്കിയ ശേഷം മധ്യവയസ്കനെ തട്ടിക്കൊണ്ടുപോയി 4 പവന്റെ സ്വർണ്ണമാല കവർന്നു. കറുകച്ചാൽ സ്വദേശി ജോസഫ് വർഗീസിന്റെ മാല കവർന്ന സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കറുകച്ചാലിലെ ബാറിൽ വെച്ചാണ് മുൻ പരിചയക്കാരനെന്ന് നടിച്ച് പ്രതികൾ ജോസഫ് വർഗീസിനെ വലയിലാക്കുന്നത്. ബാറിൽ നിന്നും മദ്യം വാങ്ങി പ്രതികൾ 3 പേരും ചേർന്ന് ജോസഫ് വർഗീസിന് നൽകുന്നു. മദ്യപിച്ച അവശനിലയിലായ ജോസഫിനെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റി ചിങ്ങവനത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ ജോസഫ് വർഗീസിനെ ഉപേക്ഷിച്ച ശേഷം 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയുമായി പ്രതികൾ കടന്നു കളയുകയായിരുന്നു. പ്രദേശവാസികളുടെ സഹായത്തോടെ ജോസഫ് വർഗീസ് കറുകച്ചാൽ പോലീസിൽ പരാതി നൽകി. ബൈക്കിന്റെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 24 മണിക്കൂറിനുള്ളിൽ 3 പ്രതികളെയും പോലീസ് പിടികൂടി. 2-ാം പ്രതി അനീഷ് ആന്റണി ഇദ്ദേഹത്തെ ബൈക്ക് കയറ്റുകയും അതിനുശേഷം ചിങ്ങവനം ലിമിറ്റുള്ള മാളികക്കടവ് ഭാഗത്ത് ഒരു ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി, നടഞ്ഞിടന്ന വീടിന്റെ ഒഴിഞ്ഞൊരു പറമ്പിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ അടിച്ച് താഴെയിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉപയോഗിച്ച് കെട്ടി ബലം പ്രയോഗിച്ച് വലിച്ച് അദ്ദേഹത്തിന്റെ ദേഹത്തൊക്കെ ഓരോ പാടുകളുണ്ട്. ബലപ്രയോഗം നടത്തി ഇദ്ദേഹത്തിന്റെ മാല പറിച്ചുകൊണ്ട് പോവുകയാണ്. ചേർത്തല സ്വദേശി സുധീഷ് കുമാർ, കൊമ്മാടി സ്വദേശി അനീഷ് ആന്റണി, കരുനാഗപ്പള്ളി സ്വദേശി അനിൽ കെ രാജൻ എന്നിവരാണ് അറസ്റ്റിലായത്. കവർച്ച ചെയ്ത സ്വർണ്ണമാല ചിങ്ങവനത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. 3.5 ലക്ഷം രൂപയ്ക്കാണ് മാല വിറ്റത്. ഇതിൽ 2,96,000 രൂപ പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.